എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അജയ് കുമാർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഞ്ഞിവെള്ളത്തെക്കുറിച്ചാണ്. കഞ്ഞിവെള്ളം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ കഞ്ഞിവെള്ളത്തെക്കുറിച്ച് നമ്മൾ എന്താണ് പറയുന്നതെന്ന്. പണ്ടെല്ലാം നമ്മുടെ വീടുകളിൽ കഞ്ഞിവെള്ളം നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പം ആരും കഞ്ഞിവെള്ളം ഉപയോഗിക്കാറില്ല. പക്ഷെ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണത്തെക്കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ദിവസവും നമ്മൾ ഒരു ഗ്ലാസ് കുടിക്കും, ഉറപ്പ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിക്കും, എനിക്ക് ഉറപ്പാണത്. അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. അരി തിളപ്പിക്കുമ്പോൾ അവശേഷിക്കുന്ന അന്നജമാണ് കഞ്ഞിവെള്ളം. ഇതിൽ അന്നജം മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പലതരം പോഷകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എന്തെല്ലാം? വൈറ്റമിൻ ഇ, മഗ്നീഷ്യം, ഫൈബർ, സിങ്ക്, മാംഗനീസ് എന്നിവയാൽ സമ്പുഷ്ടമാണ് കഞ്ഞിവെള്ളം. കാർബോഹൈഡ്രേറ്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരഭാരം കുറയ്ക്കുവാൻ കഞ്ഞിവെള്ളം ഒരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നല്ല തടിയുള്ളവർക്കെല്ലാം കഞ്ഞിവെള്ളം നല്ലതാണ്. എന്തുകൊണ്ട്? 100 മില്ലി അരിവെള്ളത്തിൽ 40-50 കലോറി അടങ്ങിയിട്ടുണ്ട്. അന്നജം ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുമെന്ന് മൈക്രോബയോളജിയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ഇല്ലാതാക്കുവാൻ കഞ്ഞിവെള്ളം വളരെ നല്ലതാണ്. കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക് നമ്മുടെ ദഹനനാളത്തിൽ ഗുണകരമായ ചികിത്സാഫലങ്ങൾ നമ്മൾക്ക് കൊണ്ടുതരുന്നുണ്ട്. കഞ്ഞിവെള്ളം സസ്യജാലങ്ങൾക്ക് ഗുണം ചെയ്യുന്ന എൻസൈമുകൾ, ബാക്ടീരിയകൾ എന്നിവ നൽകുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾക്ക് അധികവും അസുഖങ്ങൾ വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ പ്രതിരോധ ശക്തി ക്ഷയിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മളെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തുണ്ടാക്കാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം നമ്മുടെ പ്രതിരോധ ശേഷി നല്ലവണ്ണം വർദ്ധിപ്പിക്കും. വിട്ടുമാറാത്ത അസുഖങ്ങൾക്ക് കഞ്ഞിവെള്ളം വളരെ നല്ലതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്കുണ്ട് വിട്ടുമാറാതെ കണ്ടിങ്ങനെ നിൽക്കും. അതിന് കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിക്കുക. അപ്പോൾ കൂടുതൽ നേരം വയർ നിറഞ്ഞിരിക്കാൻ നമ്മളിത് സഹായിക്കും. അപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? ചില ആൾക്കാർക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും വേറെ എന്തെങ്കിലും കഴിക്കും. അപ്പോഴേക്കും ഭക്ഷണം കഴിച്ച് എനിക്ക് പോയി അടുത്ത ഒരു സീറ്റിൽ പോയിരുന്നിട്ട് അപ്പോൾ തന്നെ വരും. എന്നിട്ട് എന്ത് പറയും? അയ്യോ എനിക്ക് വിശപ്പ് തുടങ്ങി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള വിശപ്പുകൾ നമ്മൾക്ക് ഇല്ലാതാക്കാനായിട്ട് കഞ്ഞിവെള്ളം നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ചില കുട്ടികൾ ഭയങ്കര തടി വെച്ച് വരും. അവർക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും അവർ ഇടയ്ക്കിടയ്ക്കിട്ട് ഇങ്ങനെ ഫുഡുകൾ അവരറിയാതെ കൊണ്ട് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം നമ്മൾ ഒരേ ഗ്ലാസ് കഞ്ഞിവെള്ളം കൊടുക്കുക. അപ്പോൾ ഇത് വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിങ്സ് കൊടുക്കാനായിട്ട് ഈ കഞ്ഞിവെള്ളത്തിന് അത്തരത്തിലൊരു ശക്തിയുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താണ് അതിൻ്റെ ഗുണം? ഈ ലഘുഭക്ഷണങ്ങൾ കഴിക്കലിൽ നിന്നും നമ്മളെ ഈ കഞ്ഞിവെള്ളം പിന്തിരിപ്പിക്കും. ഇടയ്ക്കിടയ്ക്കിട്ട് ലഘുഭക്ഷണങ്ങൾ, വറവ്, വറുത്ത പലഹാരങ്ങൾ, ഇതെല്ലാം കഴിക്കുന്നതിൽ നമ്മൾ മാറി നിൽക്കും. നമ്മളെ വയറ് നിറഞ്ഞിരിക്കല്ലേ, പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കഞ്ഞിവെള്ളം ഇതിനെല്ലാം നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. കഞ്ഞിവെള്ളത്തിൽ ആരോഗ്യകരമായ അളവിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ കാർബോഹൈഡ്രേറ്റ് ഇങ്ങനെ ആരോഗ്യകരമായ അളവിലുള്ളത് കൊണ്ട് ശരീരഭാരം കുറയ്ക്കുവാനുള്ള നമ്മളുടെ ശ്രമത്തിൽ ആവശ്യമായുള്ള ഊർജം ഈ കാർബോഹൈഡ്രേറ്റ് നമ്മൾക്ക് നൽകും. ശരീരത്തിന് ആവശ്യമായ പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയ പ്രധാനമായ ഇലക്ട്രോലൈറ്റുകൾ ഇതിലുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് എന്താണ് അതിൻ്റെ ഒരു ഗുണം? പ്രകൃതിദത്തമായ ജലാംശം അതിനാൽ ഇതിലുണ്ട്. മെറ്റാബോളിസം വർദ്ധിപ്പിക്കുവാനും വിശപ്പ് അടിച്ചമർത്തുവാനും അതിനാൽ കഞ്ഞിവെള്ളം നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ കഞ്ഞിവെള്ളത്തിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കഞ്ഞിവെള്ളം നമ്മളെ ഡയറ്റിന്റെ ഒരു പ്രധാന ഭാഗമാക്കിക്കൊണ്ട് അസുഖങ്ങൾ വരുന്നതിൽ നിന്നും നമ്മൾക്ക് രക്ഷപ്പെടുവാനായിട്ട് കഞ്ഞിവെള്ളം നമ്മളെ ഒരുപാട് സഹായിക്കും.